ഹായ് ഹലോ നമസ്കാരം. നമ്മളിൽ പലരും നമ്മുടെ ഒരു ദിവസം നന്നായി തന്നെ തുടങ്ങി നന്നായി തന്നെ അവസാനിക്കണം എന്ന് ആഗ്രഹിക്കുന്ന ആളുകളാണ്. അതുകൊണ്ട് തന്നെയാണ് രാവിലെ നല്ലൊരു പോസിറ്റീവ് വൈബോടെ തന്നെ ഒരു ദിവസം തുടങ്ങണം എന്ന് നമ്മളെല്ലാവരും തന്നെ ആഗ്രഹിക്കുന്നു. എന്നാൽ പലരുടെയും ഒരു ദിവസം തുടങ്ങുന്നത് വളരെയധികം നെഗറ്റീവ് എനർജിയോടെയും ശോകത്തോടെയും ഒക്കെ ആയിരിക്കും. അപ്പോൾ നിങ്ങളുടെ ഒരു ദിവസം വളരെയധികം പോസിറ്റീവ് എനർജിയോടെ ഒരു പോസിറ്റീവ് വൈബോടെ തുടങ്ങാൻ വേണ്ടിയിട്ട് നിങ്ങളുടെ മോർണിംഗ് റൂട്ടീനിൽ അല്ലെങ്കിൽ നിങ്ങളുടെ ദിനചര്യയിൽ ഈ ഒരൊറ്റ കാര്യം ഉൾപ്പെടുത്തിയാൽ മതി. ഈ റൂട്ടീനെ പറ്റി എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്, പലർക്കും ഇതിനെപ്പറ്റി അറിയാം. പക്ഷേ പലരും ഇത് പരീക്ഷിച്ച് നോക്കാറില്ല എന്നുള്ളതാണ് സത്യം. വളരെയധികം സിമ്പിളായിട്ടുള്ളൊരു റൂട്ടീനാണിത്. വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പായി ചാനൽ ആദ്യമായി കാണുന്നവർ തീർച്ചയായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, കൂട്ടത്തിൽ ബെൽ ബട്ടൺ കൂടെ എനേബിൾ ചെയ്യുക. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, കഴിയുമെങ്കിൽ മറ്റുള്ളവരിലേക്ക് ഷെയർ കൂടെ ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമൻറ്റ് ബോക്സിലും അറിയിക്കുക. ഞാൻ പറഞ്ഞ ആ മോർണിംഗ് റൂട്ടീൻ്റെ പേരാണ് മെഡിറ്റേഷൻ. നിങ്ങളിൽ പലരും മെഡിറ്റേഷൻ എന്ന വാക്ക് ഒരു തവണയെങ്കിലും കേട്ടിട്ടുണ്ടാകും. നമ്മുടെ ലൈഫിൽ പ്രത്യേകിച്ച് നമ്മുടെ ചിന്താഗതിയിൽ ഒരുപാട് നല്ല നല്ല മാറ്റങ്ങൾ കൊണ്ടുവരാൻ കഴിയുന്ന ഒരു പ്രോസസ്സാണ് ഈ മെഡിറ്റേഷൻ എന്ന് പറയുന്നത്. മെഡിറ്റേഷൻ ചെയ്യാന്ന് പറഞ്ഞാൽ അത്ര വലിയ പാടുള്ളൊരു കാര്യമില്ല. പാടെന്താന്ന് വെച്ചാൽ അതൊരു റൂട്ടീനായിട്ട് മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകാനാണ് സത്യത്തിൽ നമുക്ക് പാടായിട്ട് തോന്നുന്നത്. മെഡിറ്റേഷനെ പറ്റി അറിഞ്ഞു കഴിയുമ്പോൾ ഒരു 5-6 ദിവസം അത് ചെയ്തു നോക്കും. അതിനുശേഷം പിന്നെ മടി പിടിക്കും, പിന്നെ അത് പൂർണ്ണമായിട്ട് ഉപേക്ഷിക്കും. അതാണ് കൂടുതൽ ആൾക്കാരും ചെയ്യുന്നത്. നമ്മുടെ ശരീരം മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടി നമ്മൾ എടുക്കുന്ന വർക്കൗട്ടുകൾ അല്ലെ എക്സസൈസ് പോലെ തന്നെ നമ്മുടെ മൈൻഡ് മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടി എടുക്കുന്ന അല്ലെ മൈൻഡിന് കൊടുക്കുന്ന ഒരു തരം വർക്കൗട്ട് തന്നെയാണ് ഈ മെഡിറ്റേഷൻ എന്ന് പറയുന്നത്. ദിവസവും രാവിലെ മെഡിറ്റേഷൻ ചെയ്യുന്ന ഒരു വ്യക്തി, ദിവസവും രാവിലെ 4 മണിക്ക് 5 മണിക്ക് എണ്ണീറ്റും ഇരുന്ന് മെഡിറ്റേഷൻ ചെയ്യുന്ന ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം അയാളുടെ ഉള്ളിൽ ഒരു പ്രത്യേകതരം പോസിറ്റീവ് വൈബ്രേഷൻസ് ഉണ്ടാകും. ഒരു പോസിറ്റീവ് എനർജി അയാളുടെ ഉള്ളിൽ നിറയുന്നു. ഈ പോസിറ്റീവ് എനർജിയോടെ ഒരു ദിവസത്തെ നേരിടാൻ ഇറങ്ങുമ്പോൾ അയാളുടെ ചുറ്റുപാട്, അയാൾ കണ്ടുമുട്ടുന്ന മനുഷ്യർ, ഇവരെല്ലാം തന്നെ അയാൾക്കൊരു പോസിറ്റീവ് വൈബ് തന്നെ നൽകുന്നു. അയാളുടെ ഉള്ളിൽ ഒരു പ്രത്യേകതരം ഓറ തന്നെ ക്രിയേറ്റ് ചെയ്യപ്പെടുന്നു. നമ്മുടെ ശരീരത്തിനുള്ളിലെ സ്ട്രെസ് ഹോർമോൺസിൻ്റെ പ്രൊഡക്ഷൻ കുറയ്ക്കാനും അതുപോലെ ഓവർ തിങ്കിങ് പോലത്തെ കാര്യങ്ങളൊക്കെ ഒഴിവാക്കാനും മെഡിറ്റേഷനിലൂടെ സാധിക്കും. സ്ട്രെസ് ഹോർമോൺസിൻ്റെ പ്രൊഡക്ഷൻ കുറയുന്നതിനനുസരിച്ച് അവിടെ ഹാപ്പി ഹോർമോൺസിൻ്റെ പ്രൊഡക്ഷൻ കൂടുതലായിട്ട് ഉണ്ടാകുന്നു. ഇതിലൂടെ മനസ്സിന് നമുക്കൊരു സന്തോഷം കിട്ടും. ഇനി എങ്ങനെ മെഡിറ്റേഷൻ ചെയ്യാം? ശാന്തമായിട്ടുള്ള അത്യാവശ്യം ക്വയറ്റായിട്ടുള്ള ഒരു സ്ഥലം കണ്ടുപിടിക്കുക. അവിടെ അത്യാവശ്യം വായുസഞ്ചാരവും കൂടി ഉണ്ടായിരിക്കണം. ഇനി നിങ്ങൾക്ക് സ്യൂട്ടബിളായിട്ടുള്ള, നിങ്ങൾക്ക് കംഫർട്ടബിളായിട്ടുള്ള ഒരു പൊസിഷനിൽ ഇരുന്നു കൊണ്ട് നിങ്ങളുടെ ബ്രീത്തിങ്ങിൽ മാത്രമായിട്ട് കോൺസെൻട്രേറ്റ് ചെയ്യുക. തുടക്കത്തിൽ അല്ലെങ്കിൽ തുടക്കക്കാർക്ക് ഇത് ഇച്ചിരി പ്രയാസമുള്ള കാര്യമാണ്. അപ്പോൾ അവർ ചെയ്യേണ്ടത് നിങ്ങളൊരു ബ്രീത്തിങ് എക്സസൈസ് ചെയ്തുകൊണ്ട് ഇത് തുടങ്ങുക. നല്ല രീതിയിൽ ശ്വാസം ഉള്ളിലേക്കെടുത്ത് അതൊരു 5 സെക്കൻഡ് പിടിച്ചു വെക്കുക. അതിനുശേഷം അത് പുറത്ത് കളയുക. ആദ്യം ഇത്തരത്തിൽ 1 തൊട്ട് 21 പ്രാവശ്യം ചെയ്യുക. അതിനുശേഷം തിരിച്ച് 21 നിന്നും 1 വരെ ഒരു പ്രാവശ്യം കൂടെ ചെയ്യുക. ഇത്രയും ചെയ്ത് കഴിയുമ്പോഴേക്കും നിങ്ങളുടെ മനസ്സ് ശാന്തമാണ്. ഇപ്പോൾ നിങ്ങൾക്ക് ബ്രീത്തിങ്ങിൽ, നോർമൽ ബ്രീത്തിങ്ങിൽ അത്യാവശ്യം കോൺസെൻട്രേഷൻ കിട്ടിത്തുടങ്ങും. ആദ്യം ഒരു 21 ദിവസം രാവിലെ 5 മണിക്ക് എഴുന്നേറ്റിട്ട് ഇത്തരത്തിൽ മെഡിറ്റേഷൻ ചെയ്യാൻ ശ്രമിക്കുക. നിങ്ങളുടെ ജീവിതത്തിലുണ്ടായ വലിയ മാറ്റങ്ങൾ നിങ്ങൾക്ക് അനുഭവിച്ചറിയാൻ സാധിക്കും. നിങ്ങൾ ഇതുവരെയായിട്ട് മെഡിറ്റേഷൻ ചെയ്തിട്ടുള്ളവരാണെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും നിങ്ങൾക്ക് അതുകൊണ്ടുണ്ടായ ഗുണങ്ങളും നിങ്ങളുടെ എക്സ്പീരിയൻസും ഈ കമൻറ്റ് ബോക്സിൽ അറിയിക്കാവുന്നതാണ്. മെഡിറ്റേഷൻ ഇതുവരെ ചെയ്യാത്തവർ തീർച്ചയായിട്ടും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. വീഡിയോയുടെ ജസ്റ്റ് വൈൻഡപ്പ് ചെയ്യുകയാണ്. മറ്റൊരു ടോപ്പിക്കുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരെ ഗുഡ് ബൈ.